ഇന്ന് പേജ് നമ്പർ 74, അതായത് 5ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 74 വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻ ആക്കിയിട്ട് അതിനെ മാറ്റണം. ആ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 10, 100, 1000 ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഓരോ നമ്പേഴ്സിനും മാറ്റാൻ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 3.7 ആണ്. അപ്പോൾ 3.7 3.7 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3 അതുപോലെ എഴുതുക. ഒരു സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ്. അപ്പോൾ 7 എത്ര ഡിവൈഡ് ചെയ്യുക, 7/10 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഉത്തരം എന്താ, 3 7/10. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3.07 ആണ്. ഇത് ഈസി ആയിട്ട് പറയാം അല്ലേ. 3.07 3 എഴുതി. ഇവിടെ 0 ഇല്ലെങ്കിൽ എന്താ നമ്മൾ വായിക്കുക, 7 എന്നാണ് വായിക്കുക അല്ലേ. അപ്പോൾ 3 7 എഴുതി. എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, 2 സ്ഥാനം കഴിഞ്ഞിട്ട്. അപ്പോൾ എത്ര ഡിവൈഡ് ചെയ്യുക, 100 ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്ററിൽ 10, 100, 1000 ഇതുപോലെ മാറ്റിയതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊന്ന് പറഞ്ഞു നോക്കൂ, 30.7. അപ്പോൾ 30 അതുപോലെ എഴുതി, 7 എഴുതി. ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ എത്ര ഇട്ട്, ഡിനോമിനേറ്ററിൽ 10. ഇനി 3.72. അപ്പോൾ 3 എഴുതി, 72 എഴുതി. അതിൽ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, 2. അപ്പോൾ 100 ഡിവൈഡ് ചെയ്തു. ഡിനോമിനേറ്റർ എത്രയായി, 100. ഇനി 37.2. അപ്പോൾ 37 അതുപോലെ എഴുതി. എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, ഒരു സ്ഥാനം. അപ്പോൾ 2/10. 37 2/10. ഇനി 3.072 ആണ്. പോയിന്റ് ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കണം, വേണ്ട. അപ്പോൾ 72 എടുത്താൽ മതി. 3 ഇവിടെ 72 ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, ഒന്ന് എണ്ണി നോക്കൂ. 1 2 3 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റെങ്കിൽ എത്ര ഇട്ട്, 1000. അപ്പോൾ ഉത്തരം എത്ര വരിക, 3 72/1000 എന്ന് കിട്ടി. ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം 30.72 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 30 എന്തുപോലെ എഴുതി, 72 എഴുതി. എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, 2. അപ്പോൾ 30 72/100 എന്ന് ഉത്തരം കിട്ടി. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ വരുന്ന 4 3 7 ചോദ്യങ്ങൾ. ഇനി ഇതുപോലത്തെ രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, കുറച്ച് ഫ്രാക്ഷനുകൾ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഡെസിമൽ നമ്പർ തന്നിട്ട് അതിനെ ഫ്രാക്ഷനാക്കി. ഇനി ചെയ്യാനുള്ളത് ഡെസിമൽ നമ്പറിനെ, ഫ്രാക്ഷണൽ നമ്പറിനെ എന്തിലേക്ക് മാറ്റണം, ഡെസിമലിലേക്ക് മാറ്റണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 51/10. അപ്പോൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിൽ നമ്പർ എഴുതുക. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ്, 10 ആണ്. അപ്പോൾ എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക, ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പോൾ ഉത്തരം 5.1. അടുത്ത രണ്ടാമത്തെ ചോദ്യം 513/10. അപ്പോൾ എന്ത് ചെയ്യുക, അംശത്തിൽ വരുന്ന നമ്പർ അതുപോലെ എഴുതുക. 10 എത്ര പൂജ്യം ഉണ്ട്, ഒരു പൂജ്യം. ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഉത്തരം എന്താ വരിക, 51.3. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഒന്ന് പറഞ്ഞു നോക്കൂ. ആദ്യം എന്ത് ചെയ്യുക, 513 എഴുതി. ഇവിടെ 100 ആണ്. അപ്പോൾ എത്ര പൂജ്യം സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്, 2. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പോൾ ഉത്തരം 5.13. ഇനി നാലാമത്തെ ചോദ്യം 513/1000 ആണ്. അപ്പോൾ 1000 ആണെങ്കിൽ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ്, 3 സ്ഥാനം. അപ്പോൾ ആദ്യം 513 എഴുതി. ഇവിടെ എത്ര പൂജ്യം ഉണ്ട്, 3 പൂജ്യം. ബാക്കിൽ നിന്ന് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. എണ്ണിക്കോ, 1 2 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. ഒരു ഫ്രണ്ടിലൊരു പൂജ്യം ചേർക്കുക. അപ്പോൾ ഉത്തരം എത്രയാണ്, 0.513. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 5130/1000. അപ്പോൾ എന്ത് ചെയ്യുക, 5130 എന്ന് എഴുതുക. 5130. ഇവിടെ എത്ര സീറോസ് ഉണ്ട്, 3 സീറോസ്. ബാക്കിൽ നിന്ന് എത്ര സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക, 3. ബാക്കിൽ നിന്ന് എണ്ണാം, 1 2 3. അപ്പോൾ ഉത്തരം എത്ര വന്ന്, 5.130. അപ്പോൾ ഈ പേജ് നമ്പർ 74 വരുന്ന നമ്മൾ ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 2 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള ടോപ്പിക്കാണ് കൂട്ടലും കുറയ്ക്കലും.
അതായത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. സിമ്പിൾ ചോദ്യമാണ്. ഞാൻ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് വർക്കൗട്ട് ചോദ്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിലാദ്യം 4.3 സെൻറ്റിമീറ്റർ, അതിനെ സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും പറയാനാണ് പറയണത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? 4 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റേഴ്സ്. 4 സെൻറ്റിമീറ്റേഴ്സ് 3 മില്ലിമീറ്റേഴ്സ്. ഇപ്പോൾ 2.5 സെൻറ്റിമീറ്റർ ആണെങ്കിലോ 2 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റേഴ്സ്. 2 സെൻറ്റിമീറ്റേഴ്സ് 5 മില്ലിമീറ്റേഴ്സ്. ഇനി 6.5 ആണെങ്കിലോ 6 സെൻറ്റിമീറ്റേഴ്സ് 5 മില്ലിമീറ്റേഴ്സ്. ഇത് ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതായത് സെൻറ്റിമീറ്ററുകൾ തമ്മിൽ കൂട്ടുക, മില്ലിമീറ്ററുകൾ തമ്മിൽ കൂട്ടുക. ഇത് സിമ്പിളാണ്. 4 സെൻറ്റിമീറ്റർ കൂടി 2 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ 4 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? 3 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ. 3 കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 8, അപ്പോൾ 5 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം പറയുന്നത് 68 മില്ലിമീറ്റർ. ഈ 68 മില്ലിമീറ്ററിനെ എന്തിലേക്ക് മാറ്റണം? ഡെസിമൽ, ദശാംശ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? ആദ്യത്തെ നമ്പർ അല്ലേ, ആദ്യത്തെ നമ്പർ 6 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്ന് എഴുതി. ഇനി മില്ലിമീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 10 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 6.8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് 6/8/10 എന്ന് വരും. ഇപ്പോൾ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 6.8 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ എന്താണ്? ഒരു ദശാംശ സംഖ്യ തന്നിട്ടുണ്ട്. എന്താണ്? 4.3. അതിനെ ഫ്രാക്ഷൻ അഥവാ ഭിന്ന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ എഴുതുക? 43. പോയിന്റ് ഇല്ലാണ്ട് ആദ്യം എഴുതി 43. എത്ര സ്ഥാനം കഴിഞ്ഞാൽ പോയിന്റ്? ഒരു സ്ഥാനം. അപ്പോൾ 10 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതുക? 43/10. ഇനി ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 2.5 പോയിന്റ് ഇല്ലെങ്കിൽ 25. ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 25/10. നമ്മളോട് ഈ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഈ 2 ഫ്രാക്ഷനുകൾ ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതി? 43/10 പ്ലസ് 25/10. ഇവിടെ ഡിനോമിനേറ്റർ ഛേദം ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 43 കൂടി 25 കൂട്ടുക ബൈ ഈ 10 ഒരു പ്രാവശ്യം എഴുതി. 43 കൂടി 25 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 68. അപ്പോൾ 68/10 എന്നായി. അപ്പോൾ ഇതിൻ്റെ ദശാംശത്തിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 68 അതുപോലെ എഴുതി. 10 ഇവിടെ. അപ്പോൾ എത്ര 0 ഉണ്ട്? ഒരു 0. ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പോൾ എന്ത് ഉത്തരം വരും? 6.8 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് 74, 75, 76 വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി എടുത്തത് പേജ് നമ്പർ 79 ഒരു 3 ചോദ്യം കൂടി നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. ചോദ്യം എന്താ പറയണത് വെച്ചാൽ, അനു സ്കൂളിലെ പരിപാടിക്ക് വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ട് 8.5 മീറ്റർ നീളമുള്ള ഒരു തോരൻ ഉണ്ടാക്കി. സാറ് ഉണ്ടാക്കിയതോ 7.8 മീറ്റർ നീളമുള്ള ഒരു തോരണം. അവർ രണ്ടാളും കൂടിയിട്ട് ആകെ എത്ര മീറ്ററാണ് നീളം ഉണ്ടായിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ 8.5 ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ നമ്മൾ എത്രയായിട്ട് ഹരിക്കുക? 10. അപ്പോൾ 85/10. ഇവിടെ ആണെങ്കിലോ 7.8. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതുക? 78/10. രണ്ടും കൂടിയിട്ട് ആകെ എത്ര നീളം ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യുക? 85/10 പ്ലസ് 78/10 ഈക്വൽ ടു 75ഉം 85ഉം 78ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് 163 കിട്ടും. ബൈ ഇവിടെ രണ്ടും സെയിം നമ്പറാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതി മതി. അപ്പോൾ 163/10. ഇവിടെ ഒരു സ്ഥാനം 10ന് ഒരു 0 ഉള്ളൂ. അപ്പോൾ 163 എഴുതിയിട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. 16.3 മീറ്റർ നീളമായിരിക്കും അനുവിൻ്റെയും സാറയുടെയും കൂടിയിട്ടുള്ള തോരണത്തിൻ്റെ നീളം. ഇത് സിമ്പിൾ ചോദ്യമാണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അമലിൻ്റെ യൂണിഫോമിന് 2.25 മീറ്റർ തുണി വേണം. സാഗറിൻ്റെ യൂണിഫോം അടിക്കാനോ 1.85 മീറ്റർ തുണി വേണം. അങ്ങനെയാണ് എങ്കിൽ രണ്ടാളുടെയും കൂടിയിട്ട് എത്ര മീറ്റർ തുണി വേണം? സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ 100 ആവുമ്പോൾ
ഇവിടെ 2.25 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ എത്രയിട്ട് 100 അപ്പോൾ 225/100 ഈക്വൽ ടു ഇതിനെങ്ങനെ മാറ്റുക 185/2 സ്ഥാനം കഴിഞ്ഞിട്ടാകുമ്പോൾ 100 രണ്ടും തമ്മിൽ കൂട്ടുക 225/100 പ്ലസ് 185/100. ഇനി 285ഉം 120ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 535 എന്ന് ഉത്തരം വരും ബൈ 100. 100 ആകുമ്പോൾ എത്ര സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. നമുക്ക് ഉത്തരം എത്ര എഴുതാൻ പറ്റും 5.35 മീറ്റർ. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 5.35 മീറ്റർ എന്ന് വരും. മൂന്നാമത് ചോദ്യം നോക്കാം. ചോദ്യം എന്താ പറയുന്നത്, ഒരു ടിന്നിന് 2.85 കിലോഗ്രാം ഭാരമുണ്ട്. ഒരു ടിന്നിന് 2.85 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. അതുപോലെ അതിലുള്ള അരിക്ക് 12.5 കിലോഗ്രാം അരിയുണ്ട് ആ ടിന്നിൻ്റെ ഉള്ളിൽ. അപ്പോൾ ടിന്നിനും അരിക്കും കൂടിയിട്ട് ആകെ എത്ര ഭാരമുണ്ട്? അപ്പോൾ ആദ്യം എന്ത് ചെയ്തി, ടിന്നിൻ്റെ ഭാരം വെയിറ്റ് ഓഫ് ദി ടിൻ എങ്ങനെയാണ് 2.85. 2 സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ബാക്കിൽ നിന്ന്. അപ്പോൾ എത്ര ഇട്ട് ഹരിക്കുക 100. അപ്പോൾ ഇവിടെ എഴുതി 285/100. ഇനി അരിയുടെ ഭാരം 12.5. വെയിറ്റ് ഓഫ് റൈസ് 12.5 അപ്പോൾ 125/10 എന്ന് എഴുതി. പക്ഷെ നോക്കി നോക്കൂ, ഒരെണ്ണത്തിൽ ഡിനോമിനേറ്റർ 100ഉം ഒരെണ്ണം 10 അപ്പോൾ എന്ത് ചെയ്യുക, ഈ 10നെ എത്ര ആക്കുക 100 ആക്കുക. 10നെ 100 ആക്കാൻ 10 കൂടെ 10 ഗുണിച്ചാൽ മതി. അപ്പോൾ 100 ആയില്ലേ. അപ്പം ആ 10നെ മുകളിലും താഴെയും ഗുണിക്കുക. ഇവിടെ രണ്ടും ഡിഫറൻ്റ് ആയ കാരണമാണ് എന്ത് ചെയ്തത്, മുകളിലും താഴെയും ഇതേപോലെ 100 ആക്കാൻ വേണ്ടിയിട്ട് 10 മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ എന്ത് എഴുതി 125 × 10 എത്ര വരിക 1250. അല്ല എങ്ങനെ മനസ്സിലാക്കുക പെട്ടെന്ന്, 125നെ 1 ഗുണിക്കുക. അപ്പോൾ എത്ര 125. ഇവിടെ എത്ര 0 ഉണ്ട് അവസാനം, ഒരു 0. ഇനി 10 × 10 100. അപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് രണ്ടിൻ്റെയും കൂയിട്ട് ആകെ വെയിറ്റ് ആണ്, ടോട്ടൽ വെയിറ്റ് ആകെ ഭാരം സമം. അപ്പോൾ 2.85ഉം 12.5ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമ്മളെങ്ങനെ എടുക്കുന്നത് 285/100ഉം 1250/100ഉം പ്ലസ് ചെയ്തു ഈക്വൽ ടു. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 1535 ബൈ. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 100 പ്രാവശ്യം എഴുതിയാൽ മതി. എന്ത് ചെയ്യുക 1535 എഴുതി. 100ന് എത്ര 0 2. അപ്പോൾ ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പോൾ രണ്ടിനും കൂടിയിട്ടുള്ള ആകെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 15.35 കിലോഗ്രാം ആയിരിക്കും. പേജ് നമ്പർ 79 3 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഇനി 2 ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും വഴിയൊക്കെ തന്നെ എഴുതി തന്നെ പഠിക്കുക. എന്നാൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആരും ഹോംവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യരുത്, കോപ്പി അടിച്ച് എഴുതരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.